1 Samuel 16:18. Then answered one of the servants and said, Behold, I have seen a son of Jesse the Bethlehemite, that is cunning in playing, and a mighty valiant man, and a man of war, and prudent in matters, and a comely person, and the Lord is with him. 1 ശമൂവേൽ 16:18. ബാല്യക്കാരിൽ ഒരുത്തൻ, ബേത്ലഹേമ്യനായ ഇശ്രായേൽ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ കിന്നര വായനയിൽ നിപുണനും പരാക്രമശാലിയും യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും കോമളനുമാകും. യഹോവയും അവനോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഇത് ഡേവിഡിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പം പലപ്പോഴും പൊതുവെ ആൾക്കാർക്കെല്ലാം തന്നെ ഡേവിഡും ഗോലിയാത്തിനെയും തമ്മിൽ ആ ഒരു കഥ അറിയാം. 5 കല്ല് കൊണ്ട് ഡേവിഡ് ഒരു ജയന്റിനെ വീഴ്ത്തിയ കഥയൊക്കെ അറിയാം. പക്ഷെ ഇത് അതിന് മുമ്പ് നടക്കുന്ന ഒരു സംഭവം. ഡേവിഡ് അങ്ങനെ ഒരു ഫൈറ്റിന് പോകുന്നതിന് മുമ്പേ തന്നെ ഡേവിഡ് ഒരു പാലസിൽ കിങ്ങിനെ സെർവ് ചെയ്യുന്നുണ്ട്. അടുത്ത നെക്സ്റ്റ് കിങ് ആയിട്ട് ദൈവം തന്നെ അഭിഷേകം ചെയ്ത്, സാമുവേലിലൂടെ അഭിഷേകം ചെയ്ത് അടുത്ത രാജാവാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഡേവിഡ് ആടുകളെ നോക്കാൻ പോകുന്നു. അവിടുന്ന് ഡേവിഡിനൊരു അപ്പോയിൻമെന്റ് വരുവാണ്. അതായത് അതിന് മുമ്പുള്ള കിങ് എന്ന് പറയുന്നത് ഷൗലിനെ ദൈവം തെരഞ്ഞെടുത്തതാണ്. ദൈവം ആദ്യമേ ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായിട്ട് അഭിഷേകം ചെയ്ത് തെരഞ്ഞെടുത്ത ഒരാളാണ്. പക്ഷെ പുള്ളി എന്താ ചെയ്യുന്ന പറഞ്ഞാൽ രാജാവായി കഴിഞ്ഞിട്ട് എല്ലാം പുള്ളിയുടെ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഇപ്പം പ്രത്യേകിച്ച് സാമുവേലിനോടൊന്നും ആലോചന ചോദിക്കാതെ, സാമുവേൽ എന്ന് പറയുന്ന ദൈവം സാമുവേലിലൂടെ സംസാരിക്കുന്നു. അപ്പം സാമുവേലിനോട് ആലോചന ചോദിക്കുക എന്ന് പറയുന്നത് ദൈവത്തോട് ആലോചന ചോദിക്കുന്ന പോലെ ഒരു ഗോഡ്ലി കൗൺസിൽ എന്നുള്ള. അപ്പം ആ ഗോഡ്ലി കൗൺസിൽ എല്ലാം തന്നെ വിട്ട് കളയുമ്പോഴത്തേക്ക് അവിടെ അൺഗോഡ്ലി കൗൺസിൽ വരുന്നു. അവിടെ ബ്ലെസ്സഡ്നെസ് ഇല്ലാതാകുന്നു. സാംസ് 1 തുടങ്ങുന്നത് തന്നെ അങ്ങനെ. സങ്കീർത്തനങ്ങൾ 1-ാം അധ്യായം, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും. അപ്പം ബ്ലെസ്ഡ് ഇസ് എ മാൻ ദാറ്റ് വാക്കത്ത് നോട്ട് ഇൻ ദ കൗൺസിൽ ഓഫ് ദ അൺഗോഡ്ലി. അപ്പം ഗോഡ്ലി ആയിട്ടുള്ള കൗൺസിൽ എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള അത് സോളോ അത് എല്ലാം വളരെ സിമ്പിളായിട്ട് അങ്ങ് എടുത്തു. സാമുവേലിനോട് ചോദിക്കാതെ തന്നെ കയറി യാഗങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യാൻ തുടങ്ങി. ദൈവം ഓർഡൈൻ ചെയ്ത് ദൈവത്തിൻ്റെ ഓരോ ലോ ഉണ്ട്. അപ്പം അത് ബ്രേക്ക് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അതിന് ഡെഡ്ലി കോൺസിക്വൻസസ് ഉണ്ട്. അത് ഷൗല് പിന്നെയും അവിടെ അങ്ങ് സ്റ്റബേൺ ആകുന്നു, റിബല്യസ് ആകുന്നു, അനുസരണക്കേടും ഒരു കർത്താവ് തന്നെ പറയുന്നുണ്ട്. വലിയ വലിയ യാഗങ്ങളൊക്കെ ഷൗല് ചെയ്യുന്നുണ്ട്. ഇപ്പം മനുഷ്യരുടെ മുന്നിൽ നോക്കുമ്പോൾ ഇത്രയും നല്ലൊരു രാജാവ്, എന്തുമാത്രം ആടുകളും ഒക്കെ പുള്ളി യാഗം ചെയ്യുന്നു. പക്ഷെ ശമൂവേലിനോട് ദൈവം പറയുന്നുണ്ട്, യാഗങ്ങളെക്കാളെല്ലാം ദൈവത്തിന് പ്രസാദകരം എന്ന് പറയുന്നത് ഒബീഡിയൻസ്, കേട്ടിട്ട് അനുസരിക്കുന്നതിലാണ് കർത്താവിന് ഏറ്റവും സന്തോഷം. അല്ലാത്തതെന്ന് പറഞ്ഞാൽ അതൊരു ഡീമോണിക് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണ്. എപ്പോഴും ദൈവത്തിൻ്റെ നീതിക്കെതിരായിട്ട് എപ്പോഴും ഈവിൽ ഫോഴ്സസ് ഉണ്ട്. അപ്പം ആ സൈറ്റനിക് ഫോഴ്സസിൻ്റെ ഇൻഫ്ലുവൻസസിലാണ് പലപ്പോഴും ഈ റിബല്യനും ഒക്കെ വളരെ അലക്ഷ്യമായിട്ട് ദൈവത്തിൻ്റെ കമാൻഡ്മെന്റ്സ് എല്ലാം തന്നെ കാണുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ആ ഡീമോണിക് ഇൻഫ്ലുവൻസ്. അപ്പോൾ അത് ആ ബിവിച്ച്ഡ് ആന്ന് പറയും. ഇങ്ങനെ ഗലാത്യറിലാണെങ്കിലും പൗലോസ് പറയുന്നുണ്ട്, ഹു ഹാസ് ബിവിച്ച്ഡ് യു എന്ന് പറയുന്നുണ്ട്. നിങ്ങളെ ശുദ്രം ചെയ്തത് ആരെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഈവിൾ സ്പിരിറ്റ്സിൻ്റെ ആ ഇൻഫ്ലുവൻസിൽ അവരുടെ തോട്ട്സ് ആണെങ്കിലും അവരുടെ ആക്ഷൻസ് ആണെങ്കിലും ഹാബിറ്റ്സ് ആണെങ്കിലും പുറമേ നോക്കുമ്പോൾ അത് റിലീജിയസ് ആണ്, പുറമേ നോക്കുമ്പോൾ വളരെ ഹോളി ആയിട്ട് തോന്നും. പക്ഷെ അത് ദൈവത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അവിടെ പുള്ളിയുടെ രാജ്യം തന്നെ നഷ്ടപ്പെട്ടു പോകും. പിന്നെ പുള്ളി ഒരു കെയർ ടേക്കർ പോലെ നിൽക്കുന്നുള്ളേ ഉള്ളൂ. പക്ഷെ ദൈവത്തിൻ്റെ ആ ഒരു അഭിഷേകം, ദൈവത്തിൻ്റെ ആ ഒരു ബ്ലെസ്സിങ് എന്നുള്ളത് പുള്ളിയിൽ നിന്ന് മാറും. അപ്പോൾ അവിടെ പുള്ളി ഭയങ്കരമായിട്ട് അങ്ങ് ഡിമോണിക്കലി അങ്ങ് ഒപ്രസ്ഡ് ആവും. ഈവൻ ഒരു വളരെ ഡിമെൻഡഡ് ആയിട്ട് ഒരു ഇൻസൈനായിട്ടൊക്കെ പുള്ളി ഇടപെടാൻ തുടങ്ങും. അപ്പം പുള്ളിയെ ഒന്ന് തണുപ്പിക്കാൻ പുള്ളി ആ ഒരു സിറ്റുവേഷനിലൂടെ പോകുമ്പോഴത്തേക്ക് എങ്ങനെയും അതൊന്ന് കാം ഡൗൺ ചെയ്യാനായിട്ട്, രാജാവാണ്, കാം ഡൗൺ ചെയ്യാനായിട്ട് ഒരാൾ പറയുന്ന ഒരു ഐഡിയ ആണ്. സപ്പോസ് നമുക്ക് കിന്നരം വായിക്കുന്ന ഒരാളുണ്ടെങ്കിൽ, ഹാർപ്പ് പ്ലേ ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ, മേ ബി ദാറ്റ് വിൽ ആക്ച്വലി സൂട്ട് ദ കിങ്. അപ്പം അന്നേരമാണ് ആരെങ്കിലും അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ വിളിക്കാൻ പറയുമ്പോഴത്തേക്ക് അവർ ഡേവിഡിൻ്റെ കാര്യം പറയുന്ന വേഴ്സായിരുന്നു.
അപ്പം ഡേവിഡിനെ പറ്റി പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ കഴിഞ്ഞൊരു ടോക്കിലാണേലും പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ സ്കില്ലെന്ന് പറയുന്നത്, ആ സ്ലിങ് വെച്ച് കല്ല് വെച്ച് ഗോലിയാത്തിനെ വീഴിക്കുന്ന ആ സ്കില്ലെന്ന് പറയുന്നതാണെങ്കിൽ പോലും ആയിരക്കണക്കിന് പ്രാവശ്യം ഡേവിഡ് പ്രാക്ടീസ് ചെയ്തതാണ്, റൈറ്റ് ഫ്രം ഹിസ് ചൈൽഡ്ഹുഡ് ഫോർ ഇയേഴ്സ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ കിന്നരം വായിക്കുന്ന ഒരാളെയാണ്, ഇപ്പം ഒരു രാജാവിൻ്റെ മുന്നിൽ കിന്നരം വായിക്കുക. അത് മാത്രമല്ല, വെറുതെ വായിക്കുക എന്നുള്ളതല്ല, ആ ഒരു വേൾഡ് ക്ലാസ് രീതിയിൽ വായിക്കുമ്പോഴത്തേക്ക് അവിടെ ഈവൻ ഔട്ട് ഓഫ് ദ വേൾഡ് ആയിട്ടുള്ള സ്പിരിച്വൽ ഫോഴ്സസിനെ പോലും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ വായിക്കാനായിട്ട് സ്കിൽഫുൾ ആയിട്ടുള്ള ഒരാളെ അവർ ചൂസ് ചെയ്യുന്നു. അതായത് ദൈവം തന്നെ കൂടെയുള്ള ഒരു മ്യൂസിഷ്യൻ. അവിടെ ക്ലിയർ ആയിട്ട് അത് ആ ലിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഡേവിഡ് എവിടുന്ന് ഇതൊക്കെ പഠിക്കുന്നത്? ഇപ്പോൾ എഗെയിൻ ഇത് എത്രയോ വർഷത്തെ അധ്വാനത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു റിസൾട്ടാണ് ഇങ്ങനെ ഒരു സെലക്ഷൻ എന്ന് പറയുന്നത്. എത്രയോ വർഷങ്ങൾ, ചിലപ്പം കിന്നരം വായിക്കുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും എത്ര വർഷം ചെയ്ത എല്ലാ ദിവസവും, ഈ സ്ലിംഗ് ഷോട്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. സപ്പോസ് ഈ ഗോലിയാത്തിനെ ഫേസ് ചെയ്യുന്നതിന് കുറച്ച് നാൾ മുമ്പ് ഡേവിഡ് എനിക്ക് എവിടെ എങ്ങനെയാണെന്ന് അറിഞ്ഞാലും എനിക്ക് എറിഞ്ഞ് കൊള്ളിക്കാനറിയാം, ഇനി ഞാനിത് പ്രാക്ടീസ് ചെയ്യുന്നില്ല, അങ്ങനെ വിചാരിക്കും. അതുപോലെ തന്നെ ഈ ഒരു സെലക്ഷന് കുറച്ച് നാൾ മുമ്പ് വിചാരിക്കും, ആര് കേൾക്കാന്, ഞാനും ഉണ്ട്, ആടുമുണ്ട്, ആര് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷെ പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ, ഓഫ് കോഴ്സ് പുള്ളി മറ്റുള്ളവരിൽ നിന്ന് പഠിച്ചു കാണും, മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെയാണ് ഇത് പ്ലേ ചെയ്യുന്നതെന്നൊക്കെ പഠിച്ചു കാണും. പക്ഷെ പഠിച്ചു കഴിഞ്ഞിട്ട് ഡേവിഡിന്റെ ഒരു സ്വഭാവം വെച്ച് പുള്ളി എപ്പോഴും വിസ്ഡം അന്വേഷിക്കുന്ന ഒരാളാണ്. ഹി വിൽ സീക്ക് കൗൺസിൽ, ഹി വിൽ സീക്ക് ദ ബെസ്റ്റ് കൗൺസിൽ ഓൾസോ. അത് പിന്നീടാണെ പോലും, രാജാവായി കഴിഞ്ഞിട്ടാണെ പോലും, ഹി ഹാഡ് ദാറ്റ് ഹ്യൂമിലിറ്റി ഓൾവേസ് ടു സീക്ക് ഗോഡ്ലി കൗൺസിൽ. പുള്ളിക്ക് പറ്റുന്ന കാര്യങ്ങൾ പുള്ളി ചെയ്യും, പക്ഷെ പറ്റാത്ത കാര്യങ്ങളാണെ പോലും ഉപദേശം ചോദിക്കുന്നതിന് ഒട്ടും മടിയില്ലാത്ത ഒരാളാണ്. അതാണ് പുള്ളി ആദ്യത്തെ സങ്കീർത്തനത്തിൽ തന്നെ തുടങ്ങുന്ന തന്നെ പറയുന്നതാ, ഈ ബ്ലെസ്സഡ്നെസിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഗോഡ്ലി കൗൺസിൽ ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഉപദേശം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അങ്ങ് ഭയങ്കര കളിയാക്കിയൊക്കെ പറയും. പക്ഷെ ഉപദേശം എന്ന് പറയുന്നത് തന്നെ ടീച്ചിങ് എന്ന് പറയുന്നത്. നമുക്കറിയാൻ വയ്യാത്തത് ടീച്ചേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കുക. ഇപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അത് ചിലപ്പോൾ മാതാപിതാക്കളായിരിക്കും, സ്കൂളിലെ ടീച്ചേഴ്സ് ആയിരിക്കും, കോളേജിലെ ടീച്ചേഴ്സ് ആയിരിക്കും, അല്ലെ കൺസൾട്ടൻസ് ആയിരിക്കും. ഇവിടെ എല്ലാം തന്നെ നമ്മൾ ആ കൺസൾട്ടേഷൻ എന്തിനു വേണ്ടിയിട്ട്, ഇപ്പം ലീഗലായിട്ടാണെങ്കിലും എല്ലാ ഒപ്പീനിയൻ ചോദിക്കുന്ന എക്സ്പേർട്ട് ഒപ്പീനിയൻ ചോദിക്കുന്ന എന്തിനു വേണ്ടിയിട്ട്? നമുക്കറിയത്തില്ല, നമ്മൾ അതിൽ എക്സ്പേർട്ടല്ല. നമുക്കറിയാൻ വയ്യാത്തൊരു പണി നമ്മൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്കത് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പം എപ്പോഴും നമുക്ക് ദൈവം തരുന്ന ഗിഫ്റ്റ്സ് ഉണ്ട്, അത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം. നമ്മുടെ ആ എക്സ്പേർട്ടീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി വെച്ചുകൊണ്ടിരിക്കാനല്ല, നമ്മളത് മറ്റുള്ളവർക്ക് കൊടുക്കണം. അതേപോലെ തന്നെ ദൈവം മറ്റുള്ളവർക്കും വേറെ വേറെ ഗിഫ്റ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ സീക്ക് ചെയ്യാനായിട്ട്, അന്വേഷിക്കാനായിട്ട്, അത് ലഭിക്കാനായിട്ട് നമ്മൾ അവിടെ എളിമപ്പെടുക, താഴ്മപ്പെടുക. നമ്മൾക്കത് അറിയത്തില്ല എന്നുള്ളത് എഗ്രി ചെയ്യുക, എന്നിട്ട് അത് റിസീവ് ചെയ്യുക എന്നുള്ള ഏറ്റവും ബെസ്റ്റ് എന്ന് പറയും. അപ്പോൾ അത് പല കോമ്പിനേഷൻ ഓഫ് ഗിഫ്റ്റ്സും എല്ലാം കൂടെ ഹാർമോണിയസ് ആയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്തുമാത്രം നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രോസ്പർ ചെയ്യും. പക്ഷെ പലപ്പോഴും എന്താ സംഭവിക്കുന്നു പറഞ്ഞാൽ, എനിക്കാരെയും ആവശ്യമില്ല, എനിക്കെല്ലാം ഞാൻ തന്നെയാണെന്നുള്ള രീതിയിൽ, പണ്ട് മേലെപ്പുറമെല്ലാം വീണ്ടും നരേന്ദ്രപ്രസാദ് പറയുന്ന പോലെ ഇവിടെ എല്ലാം കൃഷി ചെയ്ത് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ സെൻസസിന് വരുന്ന ആൾക്കാർ ചോദിക്കും, ഇട്ടേക്കുന്ന തുണിയും ഉള്ളി അതും ഇവിടെ തന്നെ കൃഷി ചെയ്ത് ഞങ്ങൾ ചെയ്യുന്ന എന്നുള്ള രീതിയിൽ ദേഷ്യപ്പെട്ട് പറയും. പക്ഷെ അത് എന്തോ ഒരു അബദ്ധധാരണ. നമുക്ക് തന്നേക്കുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കുവാനും, മറ്റുള്ളവർക്ക് കൊടുത്തേക്കുന്ന കഴിവുകളാണെങ്കിലും അവിടേക്കും തന്നെ, ഇപ്പം ഡോക്ടേഴ്സിൻ്റെ ഒക്കെ കാര്യം വരുമ്പോൾ, അസുഖം വരുമ്പോൾ നമ്മൾ അവിടെ പോയിരിക്കും. നമുക്ക് വേദന വരുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ ചികിത്സിക്കുമല്ല, അത് മരണ കാരണമാണ്. അതേപോലെ തന്നെ പല സ്കിൽസ് ഉണ്ട്. ഇനി ഇപ്പം ഡേവിഡ് ആണെങ്കിൽ പോലും സിമ്പിളായിട്ടുള്ളൊരു സ്കില്ലാണ് കിന്നരം വായിക്കുക എന്ന് പറയും. പലരും അതിൻ്റെ ഇമ്പോർട്ടൻസ് പോലും മനസ്സിലാക്കുന്നില്ല. പക്ഷെ ഡേവിഡിനെ ഗൈഡ് ചെയ്ത ഒരു ഫിലോസഫി എന്ന് പറയുന്നത്, ഡേവിഡിന്റെ വേ ഓഫ് തിങ്കിങ് എന്ന് പറയുന്നത്, ഞാൻ എന്ത് ചെയ്യുന്നത് എൻ്റെ കർത്താവിനായിട്ട് ചെയ്യും. ഇപ്പം ഡേവിഡ് വേറെ ആരും കാണാനില്ല. ഡേവിഡിന്റെ പ്രാർത്ഥനകളാണെങ്കിലും പാട്ടുകൾ എഴുതുക.
നമ്മൾ ഒരു കേട്ടൊരു പാട്ട് നമ്മൾ മെമ്മറൈസ് ചെയ്ത് പാടുന്ന പോലെയല്ല. പാട്ടുകൾ എഴുതുക എന്ന് പറയുന്നത് അതൊരു ക്രിയേറ്റീവായിട്ടുള്ളൊരു കാര്യം. ക്രിയേറ്റീവായിട്ട് ഇപ്പം വർക്കിംഗ് വിത്ത് എ ക്രിയേറ്റർ, വർക്കിംഗ് വിത്ത് ഗോഡ് അഗെയിൻ ഫോർ ഹിം, ഫോർ ഹിസ് പ്ലഷർ. എങ്ങനെ ദൈവത്തെ ഏത് കാര്യത്തിലും മഹത്വപ്പെടുത്താൻ, ഞാൻ ചെയ്യുന്ന ജോലി ഏറ്റവും വൃത്തിയായിട്ട് അത് ചെയ്യുക, ഏറ്റവും റെസ്പെക്ട് ചെയ്തുകൊണ്ട് അത് ദൈവം തന്ന ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ള രീതിയിൽ ഏത് കാര്യം ചെയ്യുന്നത് അത് എത്രയും ഭംഗിയായിട്ട് ചെയ്യുക. അത് പിന്നെ പറയുന്നുണ്ട് ഹീസ് എ കോംലി പേഴ്സൺ എന്നൊക്കെ പറയുമ്പോൾ പുള്ളി ആടിനെ നോക്കുന്ന ഒരാളാണെന്ന് ഓർക്കണം. പക്ഷെ എന്നാൽ പോലും പുള്ളി നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടും വെൽ കെപ്റ്റായിട്ടും ദിവസവും കുളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാൾ, എല്ലാം നീറ്റായിട്ട് പ്രസൻറ്റബിൾ ആയിട്ടുള്ള ഒരാൾ, ആടിനെ നോക്കുന്ന ഒരാൾ. എന്നാൽ പോലും പുള്ളിയുടെ ഡെയിലി ഹാബിറ്റ്സ് എന്ന് പറയുന്ന ആ കാര്യങ്ങളിൽ പോലും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, ഫിസിക്കൽ ഹൈജീൻ ആണെങ്കിലും ഡയറ്റ് ആണെങ്കിലും എക്സസൈസ് ആണെങ്കിലും, ഹി വാസ് എ മാൻ ഓഫ് വാർ എന്നാണ് പറയുന്നത്. ഇപ്പം പുള്ളി ആർമിയിലൊന്നും എടുത്തിട്ടില്ല, പക്ഷെ ഒരു സോൾജറിൻ്റെ രീതിയിലുള്ള ആ രീതിയിൽ പുള്ളി പ്രാക്ടീസ് ചെയ്യുകയും ഫിസിക്കൽ കാര്യങ്ങൾ നോക്കുകയും ചെയ്യുന്ന ഒരാൾ, പോയറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ക്രിയേറ്റീവായിട്ടുള്ള സൈഡിൽ ചെയ്യുന്ന ഒരാൾ. എല്ലാം എൻ്റെ ശരീരം ദൈവത്തിന് ഉപയോഗിക്കാനുള്ള ശരീരം, എൻ്റെ മനസ്സ് ദൈവത്തിന് ഉപയോഗിക്കാനുള്ള മനസ്സ്. അപ്പോൾ ഹി വാസ് പ്രൂഡൻറ്റ് ഇൻ മാറ്റേഴ്സ് എന്ന് പറയുന്നുണ്ട്. അഗെയിൻ അവിടെ നല്ലതായിട്ട് സംസാരിക്കാനും, ആവശ്യത്തിന് സംസാരിക്കാനും, നല്ലത് സംസാരിക്കാനും, ഇതിൻ്റെ എല്ലാം ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്ന ഒരാൾ. അഗെയിൻ ആടിനെ നോക്കുന്ന ഒരാൾക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യം എന്തോന്ന് വേണമെങ്കിൽ ഡേവിഡിനെ ചിന്തിക്കാം, നിരാശപ്പെടാം. പക്ഷെ എപ്പോഴും നമുക്ക് എല്ലാ ദിവസവും നമ്മൾ ഗോലിയാത്തിനെ ഫേസ് ചെയ്യുമല്ല, പക്ഷെ ഗോലിയാത്തിനെ ഫേസ് ചെയ്യുന്ന ദിവസങ്ങളുണ്ടാവും. അതിന് നമുക്ക് ഏറ്റവും പ്രയോജനപ്പെടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി എക്സസൈസ്, ഡെയിലി ആയിട്ടുള്ള നമ്മുടെ പല ഹാബിറ്റ്സ് ഒന്നിച്ച് വരുമ്പോൾ, അതും കിങ് സൈസായിട്ട് ഒരു കിങ് ലെവൽ. എഗെയിൻ ഡേവിഡ് കിങ് ഓഫ് കിങ്സിനെ സെർവ് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡോടുകൂടി ദിവസവും ജീവിച്ചപ്പോൾ, റൈറ്റ് ഫ്രം ഹിസ് ചൈൽഡ്ഹുഡ് ഒരു കിങ് ഓഫ് കിങ്സ്, രാജാതിരാജാവായിട്ടുള്ള എൻ്റെ ദൈവത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ആ ദൈവത്തിന് വേണ്ടിയിട്ട് എൻ്റെ ശരീരവും മനസ്സും എൻ്റെ ജോലിയും, പിന്നെ എക്സ്ട്രാ ആയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാട്ടാണെങ്കിൽ പാട്ട് എഴുതുന്നത് മാത്രമല്ല, എനിക്ക് എന്നെ പാടാൻ പറ്റും. ആ പാടുന്നതിൻ്റെ കൂടെ എങ്ങനെ എനിക്ക് മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റും. ഈ ലെവലിൽ എല്ലാ ദിവസവും അത് ചെയ്തപ്പോഴത്തേക്ക് ആരൊക്കെയോ അത് കേട്ടു. അത് ഒരു വിൽഡർനെസ്സിൽ ആടിനെ നോക്കിക്കൊണ്ടിരുന്ന ആളുടെ പാട്ട് കേട്ടിട്ട് അങ്ങ് കൊട്ടാരത്തിൽ രാജാവിനോട് റെക്കമെൻഡ് ചെയ്യുന്ന ലെവലിലേക്ക് അത് മാറി. അവിടെയായിരുന്നു ആദ്യത്തെ ഡേവിഡിൻ്റെ അപ്പോയിൻമെൻറ്റ്. പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു കഥ കേട്ടു, അവിടെ നമുക്ക് ഇൻഫർമേഷൻ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ആ ഇൻഫർമേഷനിൽ നിന്ന് എന്തെല്ലാം എലമെൻറ്റ്സ് ഉണ്ടെന്നുള്ള മനസ്സിലാക്കിയിട്ട് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാന്നുള്ള ആ ചലഞ്ചസും. പരീക്ഷയൊക്കെ വർഷത്തിലൊരിക്കൽ വരും, പക്ഷെ പരീക്ഷയുടെ അന്നല്ല നമ്മൾ പഠിക്കേണ്ടത്, പരീക്ഷയുടെ തലേന്നല്ല നമ്മൾ പഠിക്കേണ്ടത്, ഒരു മാസം മുമ്പ് സ്റ്റഡി ലീവിനല്ല പഠിക്കേണ്ടത്. എല്ലാ ദിവസവും നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ചലഞ്ചസ് ഉണ്ടാവും. പക്ഷെ അതിനായിട്ട് ആ കിങ് ലെവൽ, അല്ലെ കിങ് ഓഫ് കിങ്സിനെ സെർവ് ചെയ്യുന്ന ലെവൽ, ദൈവത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്ന ഒരു പേർപ്പസ് ഉണ്ട് എൻ്റെ ലൈഫിൽ. ആ രീതിയിൽ പല എലമെൻറ്റ്സ് നമുക്ക് ബോഡി, മൈൻഡ്, സോൾ, നമ്മുടെ വർക്കും എല്ലാ രീതിയിലും എല്ലാ എലമെൻറ്റ്സും ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി, പിന്നെ പറഞ്ഞ പോലെ ദൈവം അവനോടുകൂടെ ഉണ്ടെന്ന് വരെ പറയാനായിട്ട് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ആ ലെവലിലേക്ക് തന്നെ പരീക്ഷകൾ വരുമ്പോൾ നമ്മളവിടെ നമ്മളെല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നൊരു കാര്യം. ആ പരീക്ഷ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ആ പരീക്ഷ വന്നു ജയിച്ചു, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പഴയതിൽ നമ്മൾ ഇതെല്ലാം ഉപേക്ഷിക്കുക എന്നുള്ളതല്ല, പിന്നെ ലെവൽ ഓഫ് എക്സലൻസിൽ എത്രയും നല്ലതായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ല ആ ടോപ്പ് ലെവൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. നമുക്ക് ആരും കോമ്പറ്റീഷനും കാര്യങ്ങളും ഒന്നും കാണത്തില്ല, പക്ഷെ നമുക്ക് ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോഴത്തേക്ക് പകുതി മനസ്സോടല്ല, പൂർണ്ണ മനസ്സോടെ നമുക്ക് എന്തൊക്കെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം തന്നെ അതിൽ നമ്മുടെ ശരീരമുണ്ട്, നമ്മുടെ മനസ്സുണ്ട്, നമ്മുടെ വാക്കുകളുണ്ട്, നമ്മുടെ ഡെയിലി ഹാബിറ്റ്സുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ല ഹൈജീൻ വരെ, അങ്ങനെ വരെ ഉള്ള കാര്യങ്ങളെല്ലാം നല്ല എക്സലൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ, സ്കിൽസ് ആണെങ്കിലും എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് യു വിൽ ബി യൂസ്ഡ് ബൈ ദ കിങ് ഓഫ് കിങ്സ്. അവിടെ ശൗല് ഡേവിഡിനെ കിന്നരം വായിക്കാനാണ് സെലക്ട് ചെയ്തതെങ്കിലും അതിനെത്രയോ മുമ്പേ ദൈവം ഇസ്രായേലിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്ത ദാവീദിന് അതിനെല്ലാം തന്നെ
ഈ ഹാബിറ്റ്സും ഒരു കാരണം. ഒത്തിരി ബ്ലെസ്സിങ്സ് ഉണ്ടാവട്ടെ. താങ്ക് യു.